IPL 19ാം സീസണിൽ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ. ചെന്നൈ താരത്തെ സ്വന്തമാക്കിയത് രവീന്ദ്ര ജഡേജയും സാം കറനെയും കൈമാറിയാണ്. വാർത്തകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു ഫ്രാഞ്ചൈസികൾ. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, 2 താരങ്ങളെ കൈമാറിയാണ് സഞ്ജുവിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ്. എങ്ങനെ വേണം വിലയിരുത്താൻ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഈ താര കൈമാറ്റവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, നമുക്കറിയുമ്പോൾ ഒരു സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അത് സഞ്ജു സാംസൺ ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ധോണിയോടൊപ്പം കളിക്കുന്നു എന്നതാണ് ഏറ്റവും പുറത്തായി വരുന്ന വിവരം. നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഫ്രാഞ്ചൈസികൾ ഇന്നാണ് ആ ഒരു അഭ്യൂഹങ്ങൾ സ്ഥിരീകരണമായി വന്നിരിക്കുന്നത്. സാം കറനെയും അതേപോലെ തന്നെ രവീന്ദ്ര ജഡേജയുമാണ് ചെന്നൈ കൈമാറിക്കുന്നത്. 2018 മുതൽ രാജസ്ഥാൻ്റെ നായകനായിട്ടുള്ള സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈയിലേക്ക് എത്തുന്നത് നായകനായില്ല, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായാണ് ടീമിലേക്ക് എത്തുന്നത്. ഇപ്രാവശ്യം ചെന്നൈയെ നയിക്കുക തല ധോണി തന്നെയാണ്. ആ ഒരു ധോണിയുടെ പിൻഗാമിയായി അടുത്ത വർഷം മുതൽ ചിലപ്പോൾ ചെന്നൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കായിരിക്കും സഞ്ജു സാംസൺ എത്തുക. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയും അവരുടെ ചെന്നൈയുടെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ രവീന്ദ്ര ജഡേജയും അതേപോലെ തന്നെ സാം കറനെയും കൊടുത്തുകൊണ്ടാണ് രാജസ്ഥാന് സഞ്ജു സാംസണിനെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ടത് ഇരു താരങ്ങൾക്കും, രവീന്ദ്ര ജഡേജയ്ക്കും അതേപോലെ തന്നെ സഞ്ജു സാംസണും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇരു ഫ്രാഞ്ചൈസികളുടെയും അവിഭാജ്യ ഘടകമായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ രവീന്ദ്ര ജഡേജയുടെ പോരാട്ട വീര്യം ചെന്നൈക്ക് വേണ്ടി നമ്മൾ കണ്ടതാണ്. 2023 കിരീടമുയർത്തിയപ്പോൾ അവസാന ഓവറിലെ ആ ഫോറും ഒരിക്കലും ചെന്നൈ ആരാധകർ മറക്കത്തില്ല. അതൊക്കെ അനുസ്മരിച്ചു കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പോസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് ഒരിക്കലും ഈ ഒരു താരത്തെ മറക്കില്ലെന്ന് എന്നും ടീമിനൊപ്പം തന്നെ മഞ്ഞക്കുപ്പായത്തിൽ തന്നെ കാണാൻ ആഗ്രഹിച്ചുവരുന്നു എന്നും ഈ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ ചെന്നൈയിലേക്ക് സഞ്ജുവിനെയും സഞ്ജു എത്തിയിരിക്കുന്നു എന്ന് വണക്കം സഞ്ജു വണക്കം ചേട്ട എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റിലൂടെയാണ് ചെന്നൈയിലേക്ക് സഞ്ജു എത്തിയിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണം ഇവർ നടത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് സഞ്ജുവിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജസ്ഥാനിൽ ടീമിലുള്ള എല്ലാവരുടെയും താരങ്ങളുടെ അടക്കമുള്ള ഓരോരോ ഗ്ലിംസ് വെച്ചാണ് രാജസ്ഥാൻ നന്ദി അറിയിച്ചത്. താങ്ക് യു ചേട്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പോസ്റ്റ്. ഇതിലെടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഫൈനലിലേക്ക് വരെ എത്തിച്ച ഒരു നായകൻ വിട പറയുമ്പോൾ അതേ ഒരു വൈകാരികത രാജസ്ഥാൻ റോയൽസിൻ്റെ പിങ്ക് ജേഴ്സിയിൽ നിന്ന് പിങ്ക് ജേഴ്സി അയച്ചു വെച്ചുകൊണ്ട് ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലേക്ക് സഞ്ജു എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ്. ലക്ഷ്മി, ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ കൈമാറിയതിപ്പോൾ.